ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ആമസോൺ ഫാഷൻ ഹോളായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ പ്രാവശ്യം ആമസോണിൽ നിന്ന് ഒന്നും പർച്ചേസ് ചെയ്തിട്ടില്ല പുതിയതായിട്ട് കേട്ടോ. കാരണം പഴയത് കുറച്ചിരിക്കുന്നതിൻ്റെ കുറച്ച് റിവ്യൂ ആൾക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ഒരു തവണ വാഷ് ചെയ്തിട്ടുള്ളതിൻ്റെ റിവ്യൂ, അതും ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള കളക്ഷൻസ്. അപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട് ഉള്ളതിൻ്റെ റിവ്യൂ ആണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാൻ പോകണം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പുതിയതായിട്ട് ഈ ഒരു ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഷെൽമി. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് കളക്ഷൻ വെച്ച് തുടങ്ങിയാലോ. ഫസ്റ്റ് കളക്ഷൻ വരുന്നത് ആക്ച്വലി ഞാൻ ഇട്ടിരിക്കുന്ന ചിക്കൻ കറിയുടെ വർക്കിൽ തന്നെ കുർത്തീസ് വരുന്നത്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന സെയിം റയോണിൽ വരുന്ന കളക്ഷനാണ്. ഒരു സിംഗിൾ കുർത്തിയാണ് ഇത്. 8XL സൈസ് വരെ അവൈലബിൾ ആണ്. കളർ ഞാൻ ഇട്ടിരിക്കുന്നത് ഗ്രേ ആണെങ്കിൽ ഇതിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ. ഗ്രീൻ, യെല്ലോ, വൈറ്റ്, പിങ്ക്, അങ്ങനെ പല പല കളേഴ്സ് വരുന്നുണ്ട്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെറ്റീരിയലാണ്. റയോണിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഇന്നർ ഇടേണ്ട പോലും ആവശ്യമില്ല, അത്രയ്ക്കും കംഫർട്ടബിൾ ആണെന്ന് വെച്ചാൽ സ്പെഗറ്റി ഇടേണ്ട വരെ ആവശ്യം വരുന്നില്ല. ഇനി ഇത് ചിക്കൻ കറി വർക്ക് ആണെങ്കിൽ ഇതിൻ്റെ തന്നെ സെയിം ഷിഫോണിലും വരുന്നുണ്ട്. അപ്പോൾ ഷിഫോണിൽ ഞാൻ ഇട്ടിരിക്കുന്നത് ഇത് ലാർജാണ് കേട്ടോ. സൈസ് ഇപ്പോൾ ഇട്ടിരിക്കുന്ന സൈസ് ഒരുവിധം മിക്കതും ലാർജ് സൈസ് തന്നെയാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഇനി അടുത്ത കളക്ഷൻ നോക്കുകയാണെങ്കിൽ ഇത് 2 പീസിൻ്റെ ഒരു ചിക്കൻ കറി കുർത്തിയാണ് വരുന്നത്. ഷിഫോണിൻ്റെ ടോപ്പ്. ഇത് ഒരുവിധം എല്ലാവർക്കും അറിയാം. ഇത് പണ്ട് തൊട്ട് ഫേമസ് ആയിട്ടുള്ളൊരു ചിക്കൻ കറി ലക്നവി വർക്ക് പണ്ടേ തൊട്ട് ഫേമസ് ആയിട്ടുള്ളത്. അത് എപ്പോഴും കാലാകാലം ട്രെൻഡിൽ നിൽക്കുന്ന ഒരു കളക്ഷൻ തന്നെയാണ്. ഇത് സീ ത്രൂ ആണ്, ലക്നവി വർക്കാണ്. ഷിഫോണിൻ്റെ ഫുൾ വർക്കാണ് വരുന്നത്. ഹാൻഡ് വർക്കാണ് ചെയ്തിരിക്കുന്നത്, മിഷൻ വർക്ക് അല്ല. ഇനി ഇത് സീ ത്രൂ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ അവർ ഒരു ഇന്നർ കൂടിയും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കോട്ടൻ്റെ മെറ്റീരിയലാണ്. പക്ഷേ ഇത് ഈ ഒരു ഇന്നർ ഇട്ടുകൊണ്ട് ഇതിൻ്റെ സീ ത്രൂ ഒന്നും മാറാൻ പോകുന്നില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്നർ വേറെ യൂസ് ചെയ്തിട്ടുണ്ട്. ജോക്കി ബ്രാൻഡിൻ്റെ തന്നെയാണ്, ബ്രാൻഡഡ് ഐറ്റംസിൻ്റെ ഇന്നർ. അതിൻ്റെ വേണമെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് കളേഴ്സ് ഇതിലും ചൂസ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. ഞാൻ ചൂസ് ചെയ്ത ഒരു പിങ്ക് ലെവൻഡർ ആ ഒരു ഷെയ്ഡിലാണ്. ഇതിലും ഒരുപാട് കളേഴ്സ് ഉണ്ട്. ബ്ലാക്ക്, റെഡ്, പിങ്ക്, ബ്ലൂ, അങ്ങനെ പല പല കളേഴ്സ് വരുന്നുണ്ട്. ഏതാ നിങ്ങളുടെ സൈസ് എന്ന് വെച്ചാൽ നോക്കി എടുത്താൽ മതി. അപ്പോൾ ഇതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മൈ ഹോൾ സ്റ്റോർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒറ്റ ലിങ്ക് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇട്ട് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസ് എല്ലാം പിക്ചർ വിത്ത് പ്രൈസ് അടക്കം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൂടാണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള ലിങ്ക് ഉണ്ട്. അതിലും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആമസോൺ സൈറ്റിലേക്ക് പോകും. പിന്നെ എങ്ങനെയാണ് ആമസോണിൽ ഓൺലൈൻ പർച്ചേസ് ചെയ്യണത് അതുപോലെ പർച്ചേസ് ചെയ്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് അടുത്ത കളക്ഷൻ നോക്കിയാലോ. അടുത്ത കളക്ഷൻ വരുന്നതും 2 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ്. ലൈറ്റ് ഷെയ്ഡൊക്കെയാണ് കൂടുതൽ പിക്ക് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പിക്ക് ചെയ്ത് മീൻസ് ഓൾറെഡി ഉള്ളതിൽ ഞാൻ റിവ്യൂ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് 2 പീസിൻ്റെ ഒരു കോൺസെപ്റ്റാണ് വരുന്നത്. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്. റയോണിൻ്റെ മെറ്റീരിയലാണ് വരുന്നത്. ടോപ്പ് നോക്കുകയാണെങ്കിൽ ഇൻഡോ ഇറ ബ്രാൻഡിൻ്റെ ടോപ്പ് നോക്കുകയാണെങ്കിൽ ടോപ്പ് സിംഗിൾ കുർത്തിയിൽ യോക്കിൽ മിറർ വർക്കാണ് വന്നിരിക്കുന്നത്. ഗ്ലാസ് മിറർ അല്ല, പ്ലാസ്റ്റിക് മിററിൻ്റെ വർക്കും ത്രെഡ് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൂടി കൊടുത്തിട്ടുണ്ട്. അത് കൂടാണ്ട് നമുക്ക് സ്ലീവിൽ പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്ലിറ്റിൻ്റെ ഈ സൈഡിലും നമുക്കൊരു പാച്ച് വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സീ ത്രൂ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നർ ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് നമുക്ക് പാൻറ്റും കൂടി വന്നിട്ടുണ്ട്. പാൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരു പലാസോ ടൈപ്പാണ്. ഫുൾ പ്രിൻറ്റിലാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഓവറോൾ ഫുൾ പ്രിൻറ്റ്. അതിൻ്റെ അടിയിലും പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സെയിം ആ ഒരു സ്ലീവിൽ കൊടുത്തിരിക്കുന്ന വർക്ക് തന്നെയാണ് നമുക്ക് പാൻറ്റിലും വന്നിരിക്കുന്നത്. ഇനി ഇതിൻ്റെ സൈസ് എന്ന് പറയാനായിട്ട് മേടിച്ചിരിക്കുന്ന സൈസ് ലാർജാണ്. ഇത് കൂടാണ്ട് XXL, XXL ആ ഒരു സൈസ് വരെ അവൈലബിൾ ആണ് കേട്ടോ. കളർ ചേഞ്ച് ചോദിച്ചാൽ ഇതിന് കളർ ചേഞ്ച് ഒന്നുമില്ല. ഇതൊക്കെ വാഷ് ചെയ്തിട്ടുള്ളതിൻ്റെ റിവ്യൂ ആണ് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്നർ ഞാൻ യൂസ് ചെയ്യുന്നത് ജോക്കി ബ്രാൻഡിൻ്റെ ആണ്. നമുക്കിതിൽ സൈസ് ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട്. ഇതാ ജോക്കി ബ്രാൻഡിൻ്റെ ഇന്നറാണ് യൂസ് ചെയ്യുന്നത്. ഇതിൽ സൈസസ് അവൈലബിൾ ആണ്. ഇത് ഒരു 299 ആ ഒരു റേഞ്ചാണ് വന്നിട്ടുള്ളത്. ഇതിൽ സ്ട്രൈപ്പ് നോക്കുകയാണെങ്കിൽ അഡ്ജസ്റ്റബിൾ സ്ട്രൈപ്പാണ് വരുന്നത്. നമുക്ക് സ്ട്രൈപ്പ് അഡ്ജസ്റ്റബിൾ ചെയ്യാത്തതും ഉണ്ട്, ചെയ്യണതും ഉണ്ട്. അപ്പോൾ രണ്ടിൽ ഏതാണ് നോക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ക്വാളിറ്റി വൈസ് ഇത് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല മെറ്റീരിയലാണ്. ക്വാളിറ്റി വൈസും സൂപ്പർ. ജോക്കി ബ്രാൻഡാണല്ലോ, പറയേണ്ട കാര്യമില്ല. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സമ്മറിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, ചൂടുകാലത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അതിൻ്റെ 2 പീസിൻ്റെ കോൺസെപ്റ്റാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ പാൻറ്റും വരുന്നുണ്ട്. പാൻറ്റ് നോക്കുകയാണെങ്കിൽ ഇതാ 2 പീസിൻ്റെ കോൺസെപ്റ്റാണ് വരുന്നത്. ഇതിൽ ടോപ്പ് നോക്കുകയാണെങ്കിൽ യോക്കിൽ ഗോട്ടാപ്പട്ടിയുടെ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക്
സിൽവറിൻ്റെ കൊട്ടപ്പട്ടിയുടെ ഡീറ്റെയിലിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫുൾ പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. ഓവറോൾ എല്ലായിടത്തും ബാക്കും ഫ്രണ്ടും പ്രിൻ്റാണ് വന്നിരിക്കുന്നത്. സ്ലീവ് നോക്കുകയാണെങ്കിൽ 3/4 ആണ് സ്ലീവ്. സ്ലീവിൻ്റെ എൻഡിലും ഇതുപോലെ പാച്ച് വർക്കിൻ്റെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ഇത് ഭയങ്കര കംഫർട്ടബിൾ മെറ്റീരിയലാണ്. ഞാൻ മേടിച്ച സൈസ് ലാർജ് ആണ്. ഇനി ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാനായിട്ട് പാൻറ്റും വന്നിട്ടുണ്ട്. പാൻറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ചെക്ക് ടൈപ്പായിട്ടാണ് പാൻറ്റ് വന്നിരിക്കുന്നത് കേട്ടോ. ഓവറോൾ നോക്കുകയാണെങ്കിൽ എലാസ്റ്റിക്കാണ് വേസ്റ്റ് പോർഷൻ മൊത്തം വന്നിരിക്കുന്നത്. ഇതിൻ്റെ എൻഡിലത്തെ വിഡ്ത്ത് ഇത്രയ്ക്ക് വിഡ്ത്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ ആ സെയിം ടോപ്പിൻ്റെ തുണിയോട് കൂടിയിട്ട് ഫുൾ പാച്ച് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് നമുക്കൊരു കളക്ഷൻ വരുന്നത്. ലാർജ് സൈസാണ്, കോട്ടൺ, പ്യുവർ കോട്ടണിൽ വരുന്ന കളക്ഷനാണ്. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഇനി 2 പീസാണ് നമ്മൾ നേരത്തെ കാണിച്ചത്. ഇനി 2 പീസ് കൂടാണ്ട് നമുക്ക് സിംഗിൾ പീസായിട്ടുള്ള കോട്ടൻ്റെ കുർത്തി വേണമെന്ന് വെച്ചാൽ അതും അവൈലബിൾ ആണ് കേട്ടോ. ഇതാ സെയിം ആ ഒരു സാങ്കേതിക പ്രിൻറ്റിലൊക്കെയാണ് ഇതിൻ്റെ വർക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ബട്ടൻ്റെ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ശരിക്കും വെറുതെ ഒരു ഷോ പർപ്പസ് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാണ്ട് വെറുതെ ഇത് സുഖമായിട്ട് ഇങ്ങനെ ഇടാം. പക്ഷേ ഇത് സീ ത്രൂ ആണ്. ഇതിലും നമുക്കൊരു ഇന്നർ യൂസ് ചെയ്യേണ്ടി വരും. അതുകൂടാണ്ട് നമുക്ക് സ്ലീവ് 3/4 ആണ്. സ്ലീവിൻ്റെ എൻഡിലും ഇങ്ങനെ ഒരു പാച്ച് വർക്ക് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സിമ്പിളാണ്, സട്ടലായിട്ടുള്ളൊരു ഷെയ്ഡാണ്, ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഓവറോൾ സെയിം ഈ ഒരു പ്രിൻറ്റ് തന്നെയാണ് പോയിരിക്കുന്നത്. സ്ട്രെയിറ്റ് കുർത്തിയാണ് വരുന്നത്. ലാർജാണ് ഞാൻ മേടിച്ച സൈസ്. രാജനന്ദിനി ബ്രാൻഡാണ് കേട്ടോ. ഇത് ലാർജ് സൈസ്. ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ യൂസ് ചെയ്തിട്ടുണ്ട്. അയൺ ചെയ്യാണ്ട് ഇത് വീണ്ടും റീയൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം കോട്ടൻ്റെ മെറ്റീരിയലാണ്. പക്ഷേ സ്ട്രിങ് ആയിട്ടില്ല കേട്ടോ. ഒരു സ്ട്രിങ് ആവണ പ്രശ്നം അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇനി അടുത്തൊരു കളക്ഷൻ നോക്കുകയാണെങ്കിൽ അടുത്തത് ഇപ്പോൾ ഇത്ര നേരം നമ്മൾ കണ്ടത് ഫുൾ കുർത്തീസിൻ്റെ കളക്ഷൻസ് അല്ലേ. കുർത്തീസ് സിംഗിൾ പീസ് 2 പീസ് അങ്ങനെയൊക്കെയല്ലേ കണ്ടിരിക്കുന്നത്. അപ്പം ഇനി അങ്ങനെയൊന്നും എത്നിക് വെയറിലേക്ക് താല്പര്യം ഇല്ല. എന്നാൽ സമ്മർ സമയത്ത് നമുക്ക് യൂസ് ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഗൗണും ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ ഇനി ഈ ഒരു ഗൗൺ ഷിഫോണിൻ്റെ ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ്. ഇനിയിപ്പോൾ ഈ ജോർജറ്റിൻ്റെ മെറ്റീരിയൽ എങ്ങനെയാണ് നമുക്ക് സമ്മറിൽ യൂസ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറയുകയാണെങ്കിൽ ഇത് നമുക്ക് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട് സ്ലീവ്ലെസ് ആണ്. അതുപോലെ തന്നെ നെക്ക് കുറച്ച് വീനക്കാണ്. അപ്പോൾ അത്യാവശ്യം നമുക്ക് കാറ്റൊക്കെ കിട്ടും കേട്ടോ. ഓവറോൾ നോക്കുകയാണെങ്കിൽ ഫുൾ ഗൗൺ മോഡലാണ് വരുന്നത്. നെക്കിൽ റഫൽ മോഡലായിട്ടുള്ള ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സ്ലീവിലും നമുക്ക് റഫളുടെ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് ജോർജറ്റ് ആയാലും നല്ല സോഫ്റ്റ് കംഫർട്ടബിൾ മെറ്റീരിയലാണ്. ഞാനിതിൽ മേടിച്ചിരിക്കുന്ന സൈസ് XL ആണ്. ലാർജ് സൈസ് എനിക്ക് ടൈറ്റാണ്. അപ്പോൾ ഇത് ഹറപ്പ ബ്രാൻഡിൻ്റെ XL സൈസാണ്. XL ആകുമ്പോൾ കറക്റ്റ് പെർഫെക്റ്റ്ലി നിൽക്കണം. ലാർജ് ആകുമ്പോൾ എന്താ സംഭവിച്ചാൽ നമ്മളിപ്പോൾ പുറത്തേക്കൊക്കെ പോവുകയാണെങ്കിൽ വല്ല ഫുഡൊക്കെ കഴിക്കാൻ ചില ടമ്മിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇത് പിന്നെ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് വൃത്തികേടായിരിക്കും. അപ്പോൾ XL സൈസാണ് നമുക്ക് സേഫ്. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്നാണ് മേടിച്ചത്? ആമസോണിൽ നിന്ന്. അപ്പോൾ എങ്ങനെയാണ് മേടിക്കേണ്ടതെന്ന് ചോദിച്ചാണെങ്കിൽ നമുക്ക് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൈ ഹോൾ സ്റ്റോറും അതുപോലെ തന്നെ സെപ്പറേറ്റ് ലിങ്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതിൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഏതിൽ പോയാലും നിങ്ങൾക്ക് ആമസോൺ സൈറ്റിലേക്ക് തന്നെയാണ് പോവാം. ആമസോണിൽ എപ്പോഴും ഓഫേഴ്സ് വരാറുണ്ട് കേട്ടോ. എപ്പോഴും സമ്മറിന് എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സ് ഉണ്ടാവും. അപ്പോൾ മിസ് ചെയ്യേണ്ട. നിങ്ങളുടെ ഓർഡർ നിങ്ങൾ ഇപ്പോൾ തന്നെ വേഗം പർച്ചേസ് ചെയ്തോ, വേഗം വിഷ് ലിസ്റ്റിൽ ഇട്ട് വെച്ചോ. എപ്പോഴാണ് റേറ്റ് കുറവ് നോക്കിയിട്ട് അപ്പോൾ വേഗം പർച്ചേസ് ചെയ്തോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ സമ്മർ കളക്ഷൻസ്.